ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു കാര്യമാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അതാണ് ഗുരുവായൂരപ്പൻ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അനുഗ്രഹമായിട്ട് തന്നത്. അതെനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ ഗുരുവായൂരപ്പൻ എന്ന് തോന്നുന്ന തരത്തില് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. നമസ്തേ, എല്ലാവർക്കും ജ്യോതിഷ വാർത്തയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ഗുരുവായൂരപ്പന്റെ വിശേഷങ്ങൾ ലോകമെമ്പാടുമുള്ള പ്രേക്ഷകർക്ക്, ലോകമെമ്പാടുമുള്ള ഭക്തർക്ക് എത്തിച്ച് നമുക്ക് എല്ലാവർക്കും സുപരിചിതയായിട്ടുള്ള സവിത രാജ്കമൽ. സവിതേച്ചിയാണ്. ചേച്ചി നമസ്തേ. നമസ്കാരം. അപ്പോ ഭഗവാന്റെ ഒരു പുതിയ ഏകാദശി കാലവും കൂടെ വന്നിരിക്കുകയാണ്. ഒരുപാട് ആളുകൾക്ക് ഭഗവാന്റെ കാര്യങ്ങൾ കേൾക്കുന്നതിന് വേണ്ടിയിട്ടും അതിനെക്കുറിച്ചുള്ള വിശേഷങ്ങൾ അറിയുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഒരുപാട് ആകാംക്ഷയോട് കൂടിയിട്ട് ഇരിക്കുന്നവരുണ്ട്. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഭഗവാന്റെ ഏകാദശി വിളക്കിനെ കുറിച്ചും ഏകാദശി പ്രാരംഭ കാര്യങ്ങളെ കുറിച്ചും ഒരുക്കങ്ങളെയൊക്കെ കുറിച്ച് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? ഗുരുവായൂരപ്പന്റെ എല്ലാ വിശേഷങ്ങളും നമുക്ക് അതിപ്രധാനമാണ്. ഇതിൽ തന്നെ ഗുരുവായൂര് ഏറ്റവും പ്രധാനമായിട്ട് ആഘോഷിക്കുന്നത് ഉത്സവവും ഏകാദശിയും അതുപോലെ തന്നെ അഷ്ടമിരോഹിണിയാണ്. ഇതില് ഏകാദശിക്കാലാണ് ഏറ്റവും കൂടുതൽ സമയം നമ്മൾ ആഘോഷമായിട്ട് എടുക്കാറുള്ളത്. കാരണം എന്താന്ന് വെച്ചാൽ ഒരു മാസക്കാലമാണ് ഏകാദശിയുടെ ആഘോഷങ്ങൾ വരുന്നത്. ഏകാദശി തുടങ്ങി ഏകദേശം ഒരു മാസം മുമ്പ് തന്നെ ഏകാദശി വിളക്ക് ആഘോഷങ്ങൾ ആരംഭിക്കും. അതിനുശേഷം കൃത്യമായി പറഞ്ഞാൽ 30 ദിവസം മുമ്പ് തന്നെ ഏകാദശി വിളക്കുകൾ ആരംഭിക്കും. ഇവിടെ ഗുരുവായൂരുള്ള ഓരോരോ സ്ഥാപനങ്ങളുടെ വകയും അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ വ്യക്തികളുടെ പേരിലും അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലത്തിലെ ഓരോ ജീവനക്കാരുടെ പേരിലും ഒക്കെയാണ് ഈ ഒരു 30 ദിവസത്തെ വിളക്കുകൾ ആഘോഷിക്കപ്പെടുന്നത്. വളരെ പണ്ട് തുടങ്ങി ഇങ്ങനെയാണ്, വിളക്കാഘോഷങ്ങളാണ് ഏറ്റവും പ്രധാനമായിട്ട്. മാത്രമല്ല 15 ദിവസം മുമ്പ് തന്നെ ഗുരുവായൂർ ചെമ്പൈ സംഗീതോത്സവം തുടങ്ങും കേട്ടോ. അത് ഈ അടുത്ത കാലത്താണ് 15 ദിവസം മുമ്പ് എന്നുള്ളതായത്. കാരണം ഞാനൊക്കെ കുട്ടിയായിരിക്കുന്ന സമയത്തൊക്കെ 7 ദിവസമായിരുന്നു. ആദ്യം ഇത് തുടങ്ങുന്ന കാലത്ത് 3 ദിവസം മുമ്പായിരുന്നു. 3 ദിവസം ചെമ്പൈ സംഗീതോത്സവം, പിന്നെ 7 ദിവസമായി. ഇപ്പൊ 15 ദിവസം മുമ്പാണ് ചെമ്പൈ സംഗീതോത്സവം തുടങ്ങുന്നത്. എത്രയോ അധികം സംഗീതജ്ഞരായിട്ടുള്ള അല്ലെങ്കിൽ സംഗീത വിദ്യാർത്ഥികളടക്കം ഇവിടെ വന്ന് ഗുരുവായൂരപ്പന്റെ മുമ്പിലാണ് പാടി തുടങ്ങുന്നത്. അതും ഈ ഏകാദശിയുടെ ഏറ്റവും വലിയ പ്രത്യേകത തന്നെയാണ്. പ്രത്യേകത എന്ന് പറയുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനമാണ് ഗുരുവായൂർ ഏകാദശി എന്ന് പറയുന്നത്. ദൈവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് ഗുരുവായൂരപ്പനെ ഇവിടെ പ്രതിഷ്ഠിച്ച ദിവസമാണ് ഈ ഗുരുവായൂർ ഏകാദശി എന്ന ദിവസം. അതേമാതിരി തന്നെ വർഷത്തിലൊരിക്കലാണ് ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ വക ഉദയാസ്തമന പൂജ നടത്താറുള്ളത്. അത് ഈ ഒരു ഏകാദശി ദിവസമാണ് നടത്താറുള്ളത്. അത് ശങ്കരാചാര്യര് പൂജകളെല്ലാം ചിട്ടപ്പെടുത്തുന്ന സമയത്ത് ഉദയാസ്തമന പൂജ ഏകാദശിയുടെ അന്നാണ് ചിട്ടപ്പെടുത്തി വെച്ചിരിക്കുന്നതെന്നും അതിൽ മാറ്റമൊന്നും സംഭവിക്കരുതെന്നും ഉണ്ടെന്നാണ് ആചാര്യന്മാർ പറയണത് കേട്ടോ. ഇനിയുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഭഗവത്ഗീതാ ദിനമായിട്ട് ആഘോഷിക്കുന്നത് ഈ ദിവസമാണെന്നാണ്. അർജുനന് ഭഗവാൻ ഗീത ഉപദേശം നൽകിയ ദിവസമാണ് ഈ ഒരു ഗുരുവായൂർ ഏകാദശി ദിവസം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ മേൽപ്പത്തൂർ നാരായണ ഭട്ടതിരി നാരായണീയം രചിച്ചിട്ട് ഭഗവാന് സമർപ്പിച്ച ദിവസവും ഗുരുവായൂർ ഏകാദശി ദിവസമാണെന്നാണ് അനുസ്മരിക്കാറുള്ളത്. ഇതേപോലെ ഗുരുവായൂർ കേശവന് മോക്ഷം ലഭിച്ച ദിവസവും ഗുരുവായൂർ ഏകാദശി ദിവസമാണ്. ദശമി നാളിൽ രാത്രിയിലെ വിളക്കെഴുന്നള്ളിപ്പിന് ഇടയിൽ വയ്യാതായി കേശവൻ ആനയ്ക്ക് എന്നും അതിനുശേഷം മറ്റ് ആനപ്പുറത്തേക്ക് തിടമ്പ് മാറ്റി എഴുന്നള്ളിച്ചതിന് ശേഷം ആ കേശവനെ ഇന്ന് കേശവൻ്റെ പ്രതിമ കാണുന്ന ഭാഗത്തായിട്ട് തളച്ചു എന്നും അവിടെ വെച്ചാണ് ഗുരുവായൂർ കേശവന് ഭഗവത് വിലയം പ്രാപിക്കാൻ സാധിച്ചത് എന്നൊക്കെയാണ് പൂർവികർ പറയാറുള്ളത്. ഇതേപോലെ തന്നെ ഗോവിന്ദ പട്ടാഭിഷേകം നടന്ന ദിവസമാണ് ഗുരുവായൂർ ഏകാദശി ദിവസമായിട്ട് ആചരിക്കുന്നത് എന്നും പറയാറുണ്ട്. ഗോവിന്ദ പട്ടാഭിഷേകം എന്ന് പറയുന്നത് കാമധേനു സുരഭി എന്ന കാമധേനു ഗുരുവായൂരപ്പനെ ഗോക്കളുടെയൊക്കെ ഈശ്വരനായിട്ട് അഭിഷേകം ചെയ്ത ആ ഒരു ദിവസമാണ് ഗോവിന്ദ പട്ടാഭിഷേകം എന്നാണ്. അതും ഈ ഒരു ഗുരുവായൂർ ഏകാദശി ദിവസമാണ് നടന്നിട്ടുള്ളത് എന്നാണ് ആചാര്യന്മാർ പറയാറുള്ളത്. പിന്നീട് ഏകാദശി കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ ക്ഷേത്രത്തിൽ നടക്കുന്ന ചടങ്ങുകൾ അല്ലെങ്കിൽ ഭക്തജനങ്ങൾ വരുമ്പോൾ ഏകാദശി കൂടാനായിട്ട് വ്രതത്തോടു കൂടി വരുന്നവര്, ഭഗവാനെ തൊഴാനായിട്ട് വരുന്നവര്, അവർക്കൊക്കെ അറിയേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ്, സമയക്രമങ്ങളെയൊക്കെ കുറിച്ചാണ്. അതിനെക്കുറിച്ച് എന്താണ് പറയുന്നത്?
ഏകദേശം 54 മണിക്കൂർ നട തുറന്നിരിക്കുന്ന സമയമാണ് ഈ ഏകാദശിയുടെ സമയം എന്ന് പറയുന്നത്. അതായത് ദശമി ദിവസം രാവിലെ 3 മണിക്ക് നിർമാല്യത്തിന് നട തുറന്നാൽ ദശമി മുഴുവനായിട്ടും ഏകാദശി മുഴുവനായിട്ടും പിന്നെ ദ്വാദശിയുടെ അന്ന് രാവിലെ 9 മണിക്കാണ് ആ നടയടക്കലുള്ളത്. അപ്പൊ ഇത്രയധികം നേരം നട തുറന്ന് എല്ലാവരെയും എല്ലാ ഭക്തജനങ്ങളെയും അനുഗ്രഹിക്കുന്ന അനുഗ്രഹദായകനായ ഉണ്ണികൃഷ്ണനായിട്ട് നിൽക്കുന്ന ഒരു അവസരമാണ് ഏകാദശി എന്ന് പറയുന്നത്. പണ്ട് കാലത്ത് ഏറ്റവും അധികം തിരക്ക് അനുഭവപ്പെട്ടിരുന്നതും ഈ ഏകാദശി കാലത്തായിരുന്നു. കാരണം എല്ലാവർക്കും വന്ന് തൊഴാനുള്ള ഒരു സമയം ആയിരുന്നു ഏകാദശി എന്ന് പറയുന്നത്. ദ്വാദശിയുടെ അന്ന് ദ്വാദശി പണം സമർപ്പിക്കുക എന്ന വലിയ ചടങ്ങുകൾ കൂടി കഴിഞ്ഞാൽ 9 മണിയോട് കൂടിയിട്ട് നടയടയ്ക്കും. അതായത് ക്ഷേത്രമടയ്ക്കും, നടയടയ്ക്കും എന്നല്ല, ക്ഷേത്രമടയ്ക്കും. നമ്മള് ഭക്തജനങ്ങളെല്ലാം പുറത്തു പോകണം എന്നാണ് ആ ഒരു സമയത്ത്. അപ്പോൾ ഇനി പ്രധാനമായിട്ട് ചോദിക്കാനുള്ളത്, വ്രതം എടുത്ത് ഏകാദശി വ്രതം അനുഷ്ഠിക്കേണ്ടവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യമാണ്. എങ്ങനെയാണ് ആ ഏകാദശി വ്രതം ഒരാൾ അനുഷ്ഠിക്കേണ്ടത്? അത് ഏത് രീതിയിലാണ് സാമാന്യേന അത് ചെയ്യേണ്ടത്? ഓരോ ഭക്തരും ഓരോ രീതിയിലാണ് ഏകാദശി നോറ്റു വരുന്നത്. ഇപ്പൊ ഗുരുവായൂർ ഏകാദശിയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ദശമി മുതലാണ് പറയണത്. ദശമി നാളിൽ ഒരിക്കലൂണ്, അങ്ങനെയാണ് ആദ്യം തുടങ്ങുക. ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ചിട്ട് അത് രാത്രിയിൽ ഒഴിവാക്കിയിട്ട് ഒരു നേരം മാത്രം അരിയാഹാരം കഴിച്ച് പിറ്റേന്ന് അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുന്ന രീതിയുണ്ട്. അതല്ലാതെ ഉപവാസമായിട്ട് നോൽക്കുന്നവരുമുണ്ട്. ജലപാനം പോലും ഇല്ലാതെ അങ്ങനെ നോൽക്കുന്നവരുമുണ്ട്. ഇതൊക്കെ എന്താന്ന് വെച്ചാൽ ഓരോരുത്തരുടെയും ആരോഗ്യസ്ഥിതിക്ക് അനുസരിച്ച്. ഇപ്പൊ ഒക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പഴയ പോലെ അത്ര കഠിനമായിട്ടുള്ള വ്രതങ്ങളൊക്കെ നോൽക്കാൻ നല്ല ബുദ്ധിമുട്ടുണ്ടായിരിക്കും. ഉപവാസം ഒക്കെ അവരെ സംബന്ധിച്ചിടത്തോളം നല്ല ബുദ്ധിമുട്ടുള്ള കാര്യമായതുകൊണ്ട് പലരും അങ്ങനെ അല്ലാതെ അരിയാഹാരം ഉപേക്ഷിച്ചുകൊണ്ട് ഏകാദശി നോൽക്കുന്ന ഒരു സമ്പ്രദായമാണ് കണ്ടിരിക്കുന്നത്. പിറ്റേ ദിവസം ദ്വാദശിയുടെ അന്ന് തീർത്ഥം സേവിച്ചുകൊണ്ട് ആ പാരണ വീടിക്കൊണ്ട് അങ്ങനെയാണ് ഏകാദശിയുടെ ആ ഒരു വ്രത അനുഷ്ഠാന ചടങ്ങുകൾ പൂർത്തീകരിക്കുന്നത്. പിന്നീട് ഏകാദശിയുടെ സമയത്തുള്ള ഭഗവാന്റെ അകത്തുള്ള ഒരുപാട് ചടങ്ങുകൾ ഉണ്ടല്ലോ. നമുക്ക് ഭഗവാനെ നമ്മളുടെ മനസ്സിൽ നമുക്ക് ഒരുപാട് സന്തോഷം, ഉണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ വരുന്ന രീതിയിൽ നമുക്ക് തോന്നുന്ന രീതിയിൽ ഒരുപാട് ചടങ്ങുകളുണ്ട്. പ്രത്യേകിച്ചും ഭഗവാന്റെ ശീവേലി പോലെയുള്ള കാര്യങ്ങൾ. അതിനൊന്ന് വർണ്ണിച്ചെന്ന് പറയാമോ ഒരു ആഗ്രഹത്തിൽ? വർണ്ണിച്ചു പറയാന്ന് പറഞ്ഞാൽ ഏകാദശി കാലത്തെ ഏറ്റവും വലിയ പ്രത്യേകത വിളക്കെഴുന്നള്ളിപ്പ് തന്നെയാണ്. സാധാരണ എല്ലാ ദിവസങ്ങളിലും നടക്കുന്ന ഒരു ചടങ്ങ് തന്നെയാണ് വിളക്ക് എന്ന് പറയുന്നത്. ഗുരുവായൂരപ്പന് വിളക്കില്ലാത്ത 6 ദിവസങ്ങൾ മാത്രമേ ഒരു വർഷത്തിലുള്ളൂ. എല്ലാ ദിവസവും വിളക്കെഴുന്നള്ളിപ്പുണ്ട്. പക്ഷെ അതിൽ തന്നെ ഏകാദശി വിളക്ക് എന്ന് പറഞ്ഞാൽ കുറച്ചധികം പ്രാധാന്യമുണ്ട് ആ ശിവേലിക്ക്. അത് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു അനുഭൂതി തന്നെയാണ് ആ ഒരു ശിവേലിയുടെ സമയം എന്ന് പറയുന്നത്. ഏറ്റവും കൂടുതൽ വിളക്കിന് ആളുകള് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതും ഈ ഒരു ഏകാദശിയുടെ സമയത്ത് തന്നെയാണ്. ഇത് കൂടാതെ കാഴ്ചശിവേലിയും പതിവുണ്ട്. അതായത് അതിവിപുലമായിട്ട് വിളക്കാഘോഷങ്ങൾ നടക്കുന്ന ആ ഒരു ദിവസമാണെങ്കിൽ 2 നേരവും കാഴ്ചശിവേലി ഉണ്ട്. കാഴ്ചശിവേലി എന്ന് പറയുന്നത് ഗുരുവായൂരപ്പന് എല്ലാ ദിവസവും ശിവേലി ഉണ്ട്. രാവിലെയും ഉണ്ട്, വൈകുന്നേരവും ഉണ്ട്. ഇതിലെ രാവിലത്തെയും വൈകുന്നേരത്തെയും ശിവേലി കുറച്ച് വിപുലമായ രീതിയിൽ ആഘോഷപൂർവ്വം നടത്തുന്നതിനെയാണ് കാഴ്ച ശിവേലി എന്ന് പറയുന്നത്. സാധാരണ ശിവേലിക്ക് ഒരാനയും തിടമ്പും മാത്രമാണെങ്കിൽ ഈ കാഴ്ച ശിവേലിക്കാണെങ്കിൽ കോലത്തിലാണ് ഗുരുവായൂരപ്പന്റെ തിടമ്പ് എഴുന്നള്ളിക്കുന്നത്. 2 പറ്റാനകളോടുകൂടി 3 ആനയോട് കൂടിയിട്ടാണ് ആ ഒരു ശിവേലി ഉണ്ടാവാറുള്ളത്. അതും മേളത്തോട് കൂടിയിട്ടാണ്. ഏകദേശം 2.5 മണിക്കൂറാണ് ഈ ഒരു കാഴ്ച ശിവേലിയുടെ സമയം വരുന്നത്. ഇത് രാവിലെ 7 മണിക്ക് തുടങ്ങിയാൽ 9:30 വരെയും, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് 3:30 തുടങ്ങിയാൽ 5:30, 6, 5:45 കൂടിയിട്ടാണ് അത് അവസാനിക്കാറുള്ളത് കേട്ടോ. അപ്പൊ ഇത്രയും വിപുലമായിട്ട് ഗുരുവായൂരപ്പൻ കൂടുതൽ സമയം ആനപ്പുറത്ത് ഉണ്ടാവുന്നതും ഈ ഏകാദശി കാലത്താണ്. അപ്പൊ എല്ലാവർക്കും, കൂടുതൽ ആൾക്കാർക്കും, പല ആളുകൾക്കും ഇവിടെ വന്നാലത്തെ ഏറ്റവും വലിയ പരാതി ഒരുപാട് നേരം ക്യൂ സംവിധാനത്തിൽ നിന്നിട്ട് അവർക്ക് തൊഴാൻ സാധിച്ചില്ല, അകത്ത് കടക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അതിനൊക്കെ ഏറ്റവും വലിയ പരിഹാരമാണ് നമുക്ക് ആനപ്പുറത്ത് ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാം. ശരിക്കും നമുക്ക് ശ്രീലകത്തേക്ക് നോക്കി തൊഴുമ്പോൾ ഇത്രത്തോളം ആ ഉണ്ണികൃഷ്ണനെ അനുഭവിക്കാൻ സാധിക്കും, അത്രയും അനുഭവിക്കാൻ സാധിക്കും ആനപ്പുറത്ത് ഉണ്ണികൃഷ്ണനെ കണ്ടാലും. അതാണ് ഏറ്റവും കൂടുതൽ ഭക്തജനങ്ങൾക്ക് സന്തോഷം നൽകുന്നതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇപ്പൊ ഗുരുവായൂർ ഏകാദശി സമയത്ത് അല്ലെങ്കിൽ ഗുരുവായൂരില് ഒരു ഭക്ത വരുമ്പോ അല്ലെങ്കിൽ ഒരാള് വരുമ്പോ അവർക്ക് പല കാര്യങ്ങളായിരിക്കും ഉള്ളിൽ ഉണ്ടാവാം. ഭഗവാനെ കാണാനായിട്ടുള്ള ആഗ്രഹത്തിൽ വരുന്നവരുണ്ടാവും, ഭഗവാനോട് എന്തെങ്കിലും കാര്യങ്ങൾ, ആവശ്യങ്ങൾ പറയാനായിട്ട് വരുന്നവരൊക്കെ ഉണ്ടാവും. അപ്പൊ ഗുരുവായൂർ ഏകാദശി കാലത്തും വരുന്ന ആളുകൾക്ക് ഒരുപാട്
എന്താ പറയാ, മനസ്സിൽ ഒരുപാട് ആഗ്രഹങ്ങളോ ഭഗവാനോട് പറയാനൊക്കെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, വഴിപാടുകളൊക്കെ പോലെ. അപ്പോ അങ്ങനെ വരുന്നവർക്കായിട്ട് വേണ്ടിയിട്ട് എന്തെങ്കിലും ഭഗവാൻ എന്തെങ്കിലും സമർപ്പണങ്ങള്, വഴിപാടുകൾ പ്രത്യേകമായിട്ട് ഭഗവാന് സമർപ്പിക്കുക, അങ്ങനെ എന്തെങ്കിലും പ്രധാനമായിട്ടുള്ളതായിട്ട് ഒന്ന് പറയാമോ? ഏകാദശിയോടനുബന്ധിച്ച് എന്നുള്ളതല്ല, ഈ ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഏറ്റവും വലിയ പ്രത്യേകത, എനിക്ക് തോന്നുന്നത് കേരളത്തിൽ തന്നെ മറ്റ് ഒരു ക്ഷേത്രത്തിലും ഇത്രയും വിപുലമായ തരത്തിൽ അല്ലെങ്കിൽ വൈവിധ്യമാർന്ന ഓരോ എന്താ പറയാ സാധനങ്ങളും ഭഗവാന് കൊടുക്കുന്നത് ഞാൻ ഇവിടെ മാത്രമേ കണ്ടിട്ടുള്ളൂ എന്ന് തന്നെ വേണമെങ്കിൽ പറയാട്ടോ. ഭഗവാന് നമുക്ക് ചക്കയോ മാങ്ങയോ എന്താ പറയാ ടൂത്ത് പേസ്റ്റ് വരെ അവിടെ ഭഗവാന് എന്ന് പറഞ്ഞ് സമർപ്പിക്കുന്ന ഭക്തരുണ്ട്. കാരണം അവർക്ക് പല്ല് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും കുഴപ്പമാണെങ്കിൽ അവർ നേരെ ടൂത്ത് പേസ്റ്റ് വാങ്ങി ഗുരുവായൂരപ്പനെ കൊണ്ടുകൊടുക്കുക. ഇത്രയും ഭക്തിഭാവത്തില് ഭക്തര് വിവിധ തരം സാധനങ്ങൾ സമർപ്പിക്കുന്നത് ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ് കേട്ടോ. ഇതിനായിട്ട് നമ്മൾ പ്രത്യേകിച്ച് ഒരു ഷീറ്റ് എടുക്കാനോ ഒന്നും ചെയ്യണ്ട. പിന്നെ ഇവിടെ കൊണ്ടുവന്ന് വെക്കുന്ന സമയത്ത് മറ്റ് ഭക്തരോ അല്ലെങ്കിൽ മറ്റ് ജീവനക്കാരോ നമ്മളെ വല്ലാതെ ഓക്വേർഡായിട്ട് നോക്കൊന്നുമില്ല, ഇതെന്താ ഇങ്ങനെ കൊണ്ടുവച്ചിരിക്കുന്നതെന്നൊന്നും ആരും ചോദിക്കില്ല. കാരണം ഇവിടെയുള്ളത് നമ്മുടെ ഉണ്ണികൃഷ്ണനാണ്. ചെറിയ ഉണ്ണികൃഷ്ണന് നമുക്ക് ഇഷ്ടമുള്ളതൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കില്ലേ, അതേമാതിരിയാണ് ഭക്തജനങ്ങൾ ഓരോരുത്തരും സമർപ്പിക്കുന്നത്. എന്നാൽ അവർക്ക് ആ സമർപ്പണത്തിന്റെ പിന്നിൽ വലിയ വലിയ കഥകളും പറയാനുണ്ടാവും, അനുഭവങ്ങളും പറയാനുണ്ടാവും. നമ്മൾ ഒരു ഭക്ത പെട്ടെന്ന് കൊണ്ടുവന്നിട്ട്, ഇപ്പൊ എന്റെ തന്നെ ഒരു പേഴ്സണൽ അനുഭവം പറയുകയാണെങ്കിൽ, ഒരു ഭക്ത ശംഖ് കൊണ്ടുവന്ന് ഗുരുവായൂരപ്പനെ സമർപ്പിക്കുന്നത് കണ്ടിരുന്നു. അപ്പൊ എന്തുകൊണ്ടാണ് ആ അമ്മ ശംഖ് സമർപ്പിക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ ആ അമ്മയ്ക്ക് തൈറോയിഡ് ഇഷ്യൂസ് ആയിരുന്നു, ഹെൽത്ത് ഇഷ്യൂസ് ആണ്. അപ്പൊ തൈറോയിഡ് ആണ് ആ അമ്മയുടെ പ്രശ്നം. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, തൈറോയിഡ് എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഒരു കഴുത്തിലാണ് തൈറോയിഡ് ഗ്രന്ഥി ഉണ്ടാവുക എന്ന് പറയുള്ളൂ. കഴുത്തിനെ നമ്മൾ എപ്പോഴും ശംഖിനോട് ഉപമിക്കാറുണ്ടല്ലോ. അപ്പൊ ഇത് വെച്ചിട്ടാണ് അത്ര ആ അമ്മ ശംഖ് സമർപ്പിച്ചത്. ഇതേപോലൊരു ഭക്തിഭാവവും ഇതേപോലെ വൈവിധ്യമാർന്ന സാധനങ്ങൾ ഗുരുവായൂരപ്പനെ സമർപ്പിക്കുകയും ചെയ്യുന്നത് ഈ ഒരു ക്ഷേത്രത്തിന്റെ മാത്രം പ്രത്യേകതയാണ്. ഇത് തുടങ്ങി വെച്ചത് പണ്ട് പൂന്താനത്തിന്റെ കാലത്താണെന്നാണ് ആചാര്യൻ അനുസ്മരിച്ച് ഞാൻ കേട്ടിട്ടുള്ളത് കേട്ടോ. കാരണം പൂന്താനമാണത്രേ നമ്മുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള എന്തും നമ്മുടെ ഉണ്ണികൃഷ്ണന് കൊടുക്കാം എന്ന് ഭക്തരെ പറഞ്ഞു പഠിപ്പിച്ചത്. അപ്പൊ അത് ഇന്നും തുടർന്ന് വരികയാണ് എന്നാണ് തോന്നുന്നത്. ഏകാദശിക്ക് എന്നില്ല, ഗുരുവായൂർ ക്ഷേത്രത്തിൽ വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടമുള്ളത് അത് സമർപ്പിക്കാം എന്നുള്ളതാണ് ഗുരുവായൂർ അമ്പലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മറ്റൊരു കാര്യം ഇനി ചോദിക്കാനുള്ളത് എന്താ വെച്ച് കഴിഞ്ഞാല്, ഇപ്പൊ ഗുരുവായൂർ അമ്പലത്തില് വരുന്ന ആളുകള് ഇപ്പൊ ചെയ്യുന്ന ഓരോ കാര്യങ്ങൾ, ഇപ്പൊ പ്രദക്ഷിണ ആണെന്നുണ്ടെങ്കിൽ ഭഗവാന്റെ അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലത്തില് ചില പ്രത്യേകതകളായിട്ട് ഉണ്ടാവുമല്ലോ. ഇപ്പോ അടിപ്രദക്ഷിണത്തിന്റെ കാര്യം, അതേപോലെ എടത്തരികത്ത് കാവിലമ്മയുടെ വിശേഷങ്ങള്, അതേപോലെ ശാസ്ത പ്രതിഷ്ഠയുണ്ട്. അങ്ങനെയുള്ള ഗുരുവായൂരപ്പൻ്റെതായിട്ടുള്ള നമുക്ക് കേൾക്കാൻ കൊതിയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. അതേപോലെയുള്ള കാര്യങ്ങളെ കുറിച്ചൊന്ന് പറയാം. ഗുരുവായൂർ ക്ഷേത്രത്തില് അടിപ്രദക്ഷിണം വളരെയേറെ പ്രാധാന്യമുള്ള ഒരു വഴിപാട് തന്നെയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും എന്ന പോലെ സ്ത്രീകൾക്ക് ശയന പ്രദക്ഷിണത്തിന് ഒരു റെസ്ട്രിക്ഷൻ ഉള്ള ഒരു ക്ഷേത്രമാണ് ഗുരുവായൂർ ക്ഷേത്രം. അപ്പോൾ സ്ത്രീകൾക്ക് ശയന പ്രദക്ഷിണം പാടില്ല എന്നുള്ളത് കൊണ്ട് തന്നെ ശയന പ്രദക്ഷിണത്തിന് തത്തുല്യമായ പ്രാധാന്യത്തോടു കൂടി സ്ത്രീകൾ ചെയ്യുന്ന ഒരു വഴിപാടാണ് ഈ ഒരു അടിപ്രദക്ഷിണം എന്ന് പറയുന്നത് കേട്ടോ. എത്രത്തോളം നമ്മൾ ഈ ശയന പ്രദക്ഷിണം ചെയ്യുന്ന ആൾക്കാരെ കുറച്ച് കഠിനമായിട്ടുള്ള വ്രതം നോൽക്കുന്ന പോലെ തന്നെ കാണാറുണ്ടല്ലേ, കുറച്ചൊരു ആരാധനയും ബഹുമാനവും ഒക്കെ നമുക്ക് അവരോട് തോന്നാറുണ്ട്. അതേപോലെ തന്നെയാണ് സ്ത്രീകൾക്ക് അടിപ്രദക്ഷിണം വെക്കുന്നത്. അത്രയേറെ പ്രാധാന്യമുള്ള കാര്യമാണ്. അതിനങ്ങനെ കണക്കൊന്നുമില്ല കേട്ടോ, ഭക്തരുടെ ഇഷ്ടമാണ്, എത്ര വേണമെങ്കിലും വെക്കാം. അതേമാതിരി ഗുരുവായൂർ ക്ഷേത്രത്തിലുള്ള ഉപദേവതാ പ്രതിഷ്ഠ ആദ്യം മഹാഗണപതിയാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ള പോലെ ഗണപതിക്ക് ഏറെ പ്രാധാന്യം ഉണ്ടെന്ന് മാത്രമല്ല, ഗണപതി ആണ് നാലമ്പലത്തിനകത്തുള്ള ഏക പ്രതിഷ്ഠ, അതായത് ഉപദേവതാ പ്രതിഷ്ഠ. പിന്നെ ചുറ്റമ്പലത്തിലാണ് വരുന്നത് എടത്തരികത്തുകാവിലെ അമ്മയാണ്. ഈ എടത്തരികത്തുകാവിലെ അമ്മയെ കുറിച്ച് ഒരുപാട് പേർക്ക് സംശയമുണ്ട് കേട്ടോ. രാധാദേവിയാണോ, യശോദമ്മയാണോ, ദേവകി അമ്മയാണോ, അങ്ങനെ അനേകം പേർക്കും സംശയമുള്ള കാര്യമാണ്. എന്നാൽ ദുർഗയുടെയോ ഭദ്രകാളിയുടെയോ രൂപത്തിലാണ് അവിടെയുള്ള ആരാധനകൾ, പൂജകൾ നടക്കുന്നത് എന്നാണ് പറയുന്നത്. ആചാര്യൻ പറഞ്ഞു കേട്ടിട്ടുള്ളത് യോഗമായ ആയിട്ടാണ് നമുക്ക് സങ്കല്പിക്കാൻ സാധിക്കുക. എടത്തരികത്തുകാവ് അമ്മയെ ഭഗവാന്റെ ഒരു സഹോദരി സ്ഥാനത്താണ് സങ്കല്പിക്കാൻ സാധിക്കുക എന്നാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത്. അല്ലാതെ രാധാദേവി അല്ല എന്ന് എടുത്തു പറയാറുണ്ട്. ഇതേമാതിരി തന്നെ അയ്യപ്പസ്വാമിയാണ് പിന്നെയുള്ള
ഇവിടുത്തെ ഉപദേവതാ പ്രതിഷ്ഠ. അയ്യപ്പസ്വാമിക്ക് ഇവിടെ എള്ളുതിരി പതിവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ പ്രത്യേകത എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. സാധാരണ അയ്യപ്പന്റെ സാന്നിധ്യമുള്ള എല്ലായിടത്തും എള്ളുതിരി പതിവുണ്ട്, എന്നാൽ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എള്ളുതിരി പതിവില്ല എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു പ്രത്യേകതയായിട്ട് പറയാനുള്ളത്. അടുത്തത് ഇനി ഗുരുവായൂരിൽ തന്നെ ഉള്ള ഒരാള്, ഭഗവാന്റെ തൊട്ടടുത്ത് എല്ലാ നാളും ഇരിക്കാനുള്ള ഭാഗ്യം സിദ്ധിച്ച ഒരാള് എന്നുള്ള രീതിയിൽ ഗുരുവായൂർ ഏകാദശി അല്ലെങ്കിൽ ഗുരുവായൂർ അമ്പലമായിട്ട് ബന്ധപ്പെട്ടിട്ട് ചെറുപ്പം മുതലേ ഉള്ള നമ്മളുടെ ഓരോ അനുഭവങ്ങൾ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ചെറുപ്പകാലം തന്നെ ഭഗവാന്റെ കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഓർമ്മയിൽ വരിക എന്ന് പറയുന്നൊരു വളരെ വലിയൊരു അനുഗ്രഹമാണ്. അപ്പോ അങ്ങനെയുള്ള ഭഗവാനായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏകാദശിയായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചെറുപ്പകാലത്തെ അല്ലെങ്കിൽ ഇപ്പോഴും നമ്മൾ ഓരോന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകളുമായിട്ട് ഒരുപാട് പേരായിട്ട് കാണുന്നുണ്ടല്ലോ. അങ്ങനെയുള്ള അനുഭവങ്ങളും പണ്ടത്തെ ഓർമ്മകളൊക്കെ ഒന്ന് പറയും. എനിക്ക് ഞാൻ പറഞ്ഞല്ലോ ഇവിടെ 3 ആഘോഷങ്ങളാണ് മെയിൻ ആയിട്ടുള്ളതെന്ന്. ഉത്സവം, ഏകാദശി, അതേപോലെ തന്നെ അഷ്ടമി രോഹിണി എന്ന് പറഞ്ഞല്ലോ. ഇതില് ഉത്സവവും ഏകാദശിയും തമ്മിൽ എനിക്ക് വ്യത്യാസം തോന്നിയിരിക്കണം. ഏകാദശിക്ക് ഒരു ഇന്നത്തെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു പൂരം വൈബാണ്, അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. ഈ ക്ഷേത്രങ്ങളിലൊക്കെ പൂരം വന്നു കഴിഞ്ഞാൽ എങ്ങനെയുണ്ടാവുക, നമുക്ക് നമ്മുടെ ഉള്ളിലാണ് ആഘോഷങ്ങൾ എന്ന് തോന്നാറുണ്ട്. വെടിക്കെട്ട് ഉണ്ടാവും, അതുപോലെ തന്നെ ഈ കരിമ്പ് വരിക, അതുപോലെ ഈ ചെറിയ ചെറിയ കടകളൊക്കെ വന്നിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു മനസ്സിന് അങ്ങനത്തെ ഒരു ഫീല് വരുമല്ലോ. അപ്പൊ എന്റെ അനുഭവം ചോദിച്ചുകൊണ്ടാണ് ഞാൻ പറഞ്ഞേട്ടോ, ഏകാദശി എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു പൂരം വൈബാണ് ഓർമ്മ വരുന്നത്. അങ്ങനെയാണ് ആ മനസ്സിൽ നിറഞ്ഞു നിൽക്കുന്നത് ഗുരുവായൂരപ്പന്റെ ഏകാദശി. അങ്ങനെയാണ്. ഉത്സവം എന്ന് പറയുന്നതിന് താന്ത്രിക പ്രധാനമാണ്. അത് താന്ത്രികമായ ചടങ്ങുകൾക്കാണ് കൂടുതൽ പ്രാധാന്യം എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നാൽ ഏകാദശി എന്ന് പറയുന്നത് പക്ക നമ്മള് സാധാരണക്കാർക്കുള്ള ഒരു ആഘോഷം, ഒരു പൂരം എന്ന് പറയുന്നത് രീതിയിലാണ് എനിക്ക് ഫീൽ ചെയ്യാറുള്ളത് കേട്ടോ. മാത്രമല്ല ഗുരുവായൂരപ്പന്റെ അനുഗ്രഹം കൊണ്ട് ചെറുപ്പം മുതലേ ഇവിടെ തന്നെ ജനിച്ച് വളർന്ന് ഇത്രയും കാലം ജീവിക്കാൻ സാധിച്ചത് കൊണ്ട് എന്താണ് വ്യത്യാസം എന്ന് ചോദിച്ചാൽ തിരക്ക് തന്നെയാണ് വ്യത്യാസം. പണ്ടും ഏകാദശിക്ക് നല്ല തിരക്കുണ്ടായിരുന്നു, എന്നാൽ ഇപ്പൊ കുറച്ചധികമാണ് തിരക്ക് തന്നെ പറയാം. ഓരോ ദിവസം കഴിയും തോറും, പ്രത്യേകിച്ച് ഈ കൊറോണ സീസൺ ഒക്കെ കഴിഞ്ഞതിന് ശേഷം വളരെ 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 തിരക്ക് കൂടുതലാണ് ഗുരുവായൂർ ക്ഷേത്രത്തില്. അത് സാധാരണ ദിവസങ്ങളിൽ പോലും തിരക്കുണ്ട്. അപ്പൊ പിന്നെ ഏകാദശിക്ക് പറയാനില്ലല്ലോ. മാത്രമല്ല ഈ ഒരു 54 മണിക്കൂറൊക്കെ നട തുറന്നിരിക്കുന്നത് കൊണ്ട് വരുന്ന ഭക്തജനങ്ങൾക്കാണെങ്കിലും കുറച്ചുകൂടി സൗകര്യമാണ്. തിരക്ക് കൂടുന്നതിനനുസരിച്ച് തൊഴാനുള്ള സമയവും കൂടുതൽ കിട്ടുന്നതാണ്. അത് ശരിക്കും ഈ ഇപ്പോഴത്തെ ദേവസ്വത്തിന്റെ ഒരു തീരുമാനമൊന്നുമല്ല. പണ്ടിനാലേ ഇത്രയും നേരം തുറന്നിരിക്കുന്ന ഒരു സമയമാണ് ഏകാദശി. അപ്പൊ ഏകാദശി എന്ന് പറയുന്നത് ഭക്തജനങ്ങളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം പ്രാധാന്യമുള്ള സമയം തന്നെയാണ്. വേറെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പൊ ഭഗവാന്റെ ഒരു വലിയ നിയോഗം കിട്ടിയിട്ടുള്ള ഒരാളാണ്. അത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ വിശേഷങ്ങള്, ഭഗവാന്റെ കാര്യങ്ങള് ലോകമെമ്പാടുമുള്ള ഭക്തരിലേക്ക് എത്തിക്കുക എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ഭഗവാന്റെ ഒരു എന്താ പറയാ വലത്ത് കൈയായിട്ട് ഒരു നിയോഗം ലഭിക്കുക എന്നുള്ള ഒരാൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ആ നിയോഗം നമുക്ക് വന്നു ചേരുക, അതിന്റെ യാത്രകളിൽ നമുക്ക് ഉണ്ടായിട്ടുള്ള അനുഭവങ്ങൾ ഇപ്പൊ എന്താ അങ്ങനെയുള്ള ഒരാൾക്ക് എന്തായാലും ഭഗവാന്റെ ഒരു ഗൈഡൻസ് എപ്പോഴും ഫീൽ ചെയ്തിട്ടുണ്ടാവുമല്ലോ. അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? എനിക്ക് തോന്നണത് നമ്മുടെ ഉണ്ണികൃഷ്ണൻ ശരിക്കും മായാജാലക്കാരനാണ് എന്ന് പറയേണ്ട ഒരു ആൻസർ തന്നെയാണ് ഇത്. കാരണം വളരെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ പോകുമ്പോൾ പല ഭക്തജനങ്ങളും അവിടെ നിൽക്കുന്ന കാവൽക്കാരോടോ അല്ലെങ്കിൽ ജീവനക്കാരോടോ ചോദിക്കാറുണ്ട്, പല 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 ചോദ്യങ്ങളും ചോദിക്കാറുണ്ട്. ആ ചോദ്യങ്ങൾക്ക് ഒരുപാട് നേരം നിന്നിട്ടുള്ള ഫ്രസ്ട്രേഷൻ കൊണ്ടോ അതല്ലെങ്കിൽ മറ്റു തിരക്കുകൾ വരുന്നത് കൊണ്ടോ ശരിയായ രീതിയിൽ ആൻസർ പറയാതെ വിടുന്ന പല ആളുകളെയും ഞാൻ കണ്ടിട്ടുണ്ട്. അവരെ കുറ്റം പറയാൻ പറ്റില്ല കേട്ടോ. തിരക്കുകൾ നിയന്ത്രിക്കുമ്പോൾ വരുന്ന ബുദ്ധിമുട്ടുകൾ കൊണ്ടാണ് അവർ അപ്പുറത്ത് ചോദിക്കോ അല്ലെങ്കിൽ ഇപ്പുറത്ത് ചോദിക്കോ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ, അന്ന് ഞാൻ കുറച്ച് ചെറിയ കുട്ടിയായതുകൊണ്ട് എന്നോട് ആരും ചോദിക്കാൻ സാധ്യതയില്ലല്ലോ, എനിക്കൊരവസരം കിട്ടിയിരുന്നെങ്കിൽ ഇതിന്റെ ഉത്തരം ഞാൻ പറഞ്ഞു കൊടുക്കായിരുന്നു എന്ന് തോന്നിയിട്ടുണ്ട്. അന്ന് എപ്പോഴോ ഒരിക്കൽ ഞാൻ ഗുരുവായൂരപ്പനോട് ഇത് പ്രാർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ട്. ഗുരുവായൂരപ്പ ഒരു ബെഞ്ചും ഡെസ്കും തന്ന് എന്നെ ഇവിടെ ഇരുത്തിയിട്ട് ഇൻഫർമേഷൻ കൗണ്ടർ എന്ന് പറഞ്ഞിരുത്തിയിരുന്നെങ്കിൽ ഇവർക്കൊക്കെയുള്ള എനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ ഞാൻ ഇവരുമായിട്ട് ഷെയർ ചെയ്യാൻ എനിക്കൊരവസരം തന്നൂടെ എന്നൊക്കെ ചോദിക്കാറുണ്ടായിരുന്നു. ഒരിക്കലും നടക്കില്ല എന്ന് ഞാൻ കരുതിയിരുന്ന ഒരു കാര്യമാണ് ഞാൻ അന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോ അതാണ് ഗുരുവായൂരപ്പൻ കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് അനുഗ്രഹമായിട്ട് തന്നത് ഈ ഒരു ഏകാദശി കാലത്ത് തന്നെയായിരുന്നു. ആദ്യമായിട്ട് ഞാൻ ഈ ഒരു
ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിലേക്ക് വന്നത്. ഇന്ന ദിവസം ഇന്ന ആളുടെ ഏകാദശി വിളക്ക് എന്ന് പറയലായിരുന്നു എന്റെ ചുമതല അന്നുണ്ടായിരുന്നത്. അന്ന് അത് പറഞ്ഞപ്പോ അതിന് താഴെ ആരോ ചോദിച്ച ഒരു ചോദ്യത്തിന്റെ മറുപടി ആയിട്ടായിരുന്നു അടുത്ത ദിവസത്തെ എന്റെ വീഡിയോ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ തുടർന്നാണ് ഇന്ന് കാണുന്ന രീതിയിൽ നിങ്ങളിലേക്ക് ഓരോ ഇൻഫർമേഷൻസും എത്തിക്കാൻ സാധിച്ചത്. ഇതിനിടയ്ക്ക് ഒരു ഗ്യാപ്പ് വന്നെങ്കിലും കൃഷ്ണാര്യ മിത്രം എന്ന ചാനലിലൂടെ ഞാൻ വീണ്ടും വന്നതും ഗുരുവായൂരപ്പന്റെ വലിയ 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 അനുഗ്രഹം കൊണ്ടാണ്. മാത്രല്ല എന്റെ ഹസ്ബൻഡിന്റെ വലിയ സപ്പോർട്ടോട് കൂടിയിട്ടാണ് ഇന്നും എനിക്ക് ഇവിടെ ഇരിക്കാൻ പറ്റുന്നത്. അതും ഗുരുവായൂരപ്പൻ തന്ന അല്ലെങ്കിൽ ഗുരുവായൂരപ്പന്റെ ഒരു അനുഗ്രഹം കൊണ്ടാണ് കുടുംബത്തിനും ഇതുപോലെ സപ്പോർട്ടീവായിട്ട് നിൽക്കാൻ സാധിക്കുന്നത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് കേട്ടോ. അതാണ് ഞാൻ പറഞ്ഞത്, എന്നോ പ്രാർത്ഥിച്ചു വെച്ചത് ഗുരുവായൂരപ്പൻ ഇന്ന് അനുഗ്രഹമായിട്ട് തന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഗുരുവായൂരപ്പന്റെ ഒരു വലിയ മായാജാലം, അത്രേ പറയാനുള്ളൂ. അടുത്തൊരു ചോദ്യം ചോദിക്കാതെ നമുക്ക് വൈൻഡപ്പ് ചെയ്യാനേ പറ്റില്ല, കാരണം എല്ലാവർക്കും ഫേവററ്റ് ആയിട്ട് വരാനുള്ള ഒരു ചോദ്യമായിരിക്കും. ഭഗവാനോട് ചേർന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും ഭഗവാനായിട്ട് ഒരു പേഴ്സണലൈസ്ഡ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു പതിവുണ്ട് ഗുരുവായൂരപ്പന്. അതേപോലെ ഭഗവാന്റെ തൊഴാൻ പോയപ്പോഴും അല്ലാതെ ആ സമയത്ത് എന്തെങ്കിലും ഭഗവാനായിട്ട് നമുക്കായിട്ട് ഒരു അനുഭവം അങ്ങനെ എന്തെങ്കിലും ഉറപ്പായിട്ടും ഉണ്ടാവും. അങ്ങനെ എന്തെങ്കിലും ഒന്ന് പങ്കുവെക്കാനായിട്ട്. അനേകം അനുഭവങ്ങളുണ്ട്. ഓരോ ദിവസവും ചെല്ലുമ്പോൾ ഓരോ പുതിയ അനുഭവങ്ങൾ തന്നെയാണ് ഗുരുവായൂരപ്പൻ തന്നുകൊണ്ടേയിരിക്കുന്നത്. ജീവിതം തന്നെയാണ് ഏറ്റവും വലിയ അനുഭവം എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഏറ്റവും നല്ല ഗിഫ്റ്റ് എനിക്ക് ഗുരുവായൂരപ്പൻ തന്നത് ഇപ്പൊ ഞാൻ ജീവിക്കുന്ന ഈ ഒരു ജീവിതം തന്നെയാണ്. ഇതിലേക്കൊക്കെ എത്തുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല കേട്ടോ. ഗുരുവായൂർ ജനിക്കുക എന്ന് പറയണത് ഏതോ ജന്മത്ത് ചെയ്ത പുണ്യം കൊണ്ടാണ്. എല്ലാ ദിവസവും ഗുരുവായൂരപ്പനെ കണ്ടു തൊഴാനുള്ള ഒരു അനുഗ്രഹം ലഭിക്കുക എന്ന് പറഞ്ഞതും ഗുരുവായൂരപ്പൻ തന്ന വലിയ അനുഗ്രഹമാണ്. അത് ഒരു പെൺകുട്ടി എന്ന നിലയിൽ അല്ലെങ്കിൽ ഒരു സ്ത്രീ എന്ന നിലയിൽ ഒരു പ്രായം കഴിഞ്ഞാൽ, വിവാഹിതയൊക്കെ ആയി കഴിഞ്ഞാൽ പിന്നെ മറ്റൊരു നാട്ടിലേക്ക് പറിച്ചു നടപ്പിണ്ട അങ്ങനെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമുക്കിത് കണ്ടിന്യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷെ അവിടെ നിന്നും ഗുരുവായൂരപ്പൻ എന്നെ തിരിച്ച് ഇവിടെ തന്നെ കൊണ്ടുവന്നു. എന്റെ ഭർത്താവാണെങ്കിലും ഏറ്റവും കൂടുതൽ ഗുരുവായൂരപ്പനെ തൊഴാനാണെങ്കിലും ഗുരുവായൂരപ്പന്റെ കാര്യങ്ങൾ മറ്റുള്ളവരോട് പറയാനാണെങ്കിലും ഒക്കെ അവസരങ്ങൾ തന്നുകൊണ്ട് കൂടെ നിൽക്കുക എന്ന് പറയണതാണ് ഗുരുവായൂരപ്പൻ എനിക്ക് ഈ ജന്മത്തിൽ തന്ന ഏറ്റവും വലിയ 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 സമ്മാനം എന്നാണ് പറയാനുള്ളത്. അതല്ലാതെ പേഴ്സണൽ അനുഭവങ്ങൾ ചോദിച്ചാൽ ഞാൻ കുഴങ്ങിപ്പോകും. കാരണം ഓരോ ദിവസവും എനിക്ക് അനുഭവങ്ങൾ ഉണ്ട് ഗുരുവായൂരപ്പന്റെ അടുത്തുനിന്ന്. പല ദിവസങ്ങളിലും എനിക്ക് തോന്നിയ ഏറ്റവും വലിയ കാര്യം എന്താന്ന് വെച്ചാൽ, ചിലപ്പോ ഞാൻ ഈ ശിവേലി അതായത് ശ്രീഭൂതബലി ഉള്ള ദിവസങ്ങളിൽ ശ്രീഭൂതബലി ഉണ്ടെന്ന് മറന്നുപോകും. അപ്പൊ 6 മണിയായാലാണ് ഓടിയെത്തുക. അപ്പൊ ഒരു നിമിഷം വൈകിയാൽ എനിക്ക് അന്ന് തൊഴാൻ പറ്റില്ല എന്ന് ഉറപ്പുള്ള ദിവസങ്ങളിൽ ചെല്ലുമ്പോൾ ഏറ്റവും അവസാനത്തെ ആളായിട്ട് എന്നെ തൊഴിക്കാറുണ്ട്. അതെനിക്ക് വേണ്ടി കാത്തിരിക്കുകയാണോ ഗുരുവായൂരപ്പൻ എന്ന് തോന്നുന്ന തരത്തില് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ആ ഒരു അനുഭവം ഉണ്ടാക്കി തരിക എന്നുള്ളത് ഭഗവാനെ കൊണ്ട് മാത്രം സാധിക്കുന്ന കാര്യമാണെന്നും ഞാൻ പറയുന്നു. അടുത്തതും ഇതേപോലെ തന്നെ പേഴ്സണൽ ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. ഭഗവാനെ പല ഭാവത്തിൽ കാണുന്ന ഭക്തരുണ്ടാവും. ഇപ്പോ ഉണ്ണിയായിട്ട് കാണുന്നവരുണ്ട്, തീരെ ഉണ്ണിയായിട്ട് കാണുന്നവരുണ്ട്, അതുപോലെ കൂട്ടുകാരനായിട്ടും ഗുരുനാഥനായിട്ടും ഒക്കെ ഭഗവാനെ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, ഉപാസിക്കുന്നവരുണ്ട്. ചേച്ചിയുടെ മനസ്സിൽ ഭഗവാന്റെ സ്ഥാനം? എന്റെ ഉള്ളില് ഗുരുവായൂരപ്പൻ മഹാപ്രഭുവാണ്, വലിയ ഉണ്ണികൃഷ്ണനാണ്. ഒരിക്കലും ഞാൻ ഈ ഒരു ചാനലിലൂടെ അല്ലെങ്കിൽ ഞാനൊരു ക്യാമറയ്ക്ക് മുമ്പിൽ പറയുമ്പോൾ മാത്രമാണ് എനിക്ക് ഉണ്ണികൃഷ്ണൻ എന്ന് പറയാൻ സാധിക്കാറുള്ളൂ. ഗുരുവായൂരപ്പന്റെ മുമ്പിൽ എത്തുമ്പോൾ മഹാപ്രഭു എന്ന് മാത്രമേ എനിക്ക് പറയാൻ സാധിക്കാറുള്ളൂ. വലിയ ഭാവത്തിലാണ് എന്നും കണ്ടുതൊഴാൻ ഇഷ്ടവും എന്റെ മനസ്സിലുള്ള രൂപവും. പക്ഷെ എനിക്ക് തോന്നുന്നു ഗുരുവായൂരപ്പന് ചെറിയ ഉണ്ണികൃഷ്ണനാവാൻ വലിയ ഇഷ്ടമാണെന്ന്. അതുകൊണ്ടായിരിക്കാം ഒട്ടും ശീലമില്ലാതിരുന്നിട്ടും ഞാൻ എപ്പോഴും എന്റെ വായിലൂടെ അല്ലെങ്കിൽ ലോകം അറിയുന്നത് ഉണ്ണികൃഷ്ണ എന്ന് വിളിക്കുന്ന അല്ലെങ്കിൽ ഉണ്ണികൃഷ്ണ എന്ന് പറയുന്ന ഒരു സവിതയാണ് നിങ്ങൾ എല്ലാവരും കാണുന്നത്. പക്ഷെ എന്റെ മനസ്സിലുള്ള രൂപം എന്ന് പറയുന്നത് വലിയ മഹാപ്രഭുവാണ്. എനിക്ക് ഏറ്റവും ഇഷ്ടം രക്ഷകനായിട്ടുള്ള ഭാവത്തിലുള്ള ഭഗവാനെയാണ്. ഏറ്റവും എനിക്ക് പ്രിയമേറിയ ഒരു ഭാവം എന്ന് പറയുന്നത് കംസവധത്തിന്റെ ആ ഒരു സന്ദർഭത്തില് കുവലയാപീഠം എന്ന് പറയുന്ന ഒരു ആനയെ വധിക്കുകയുണ്ടായി ഗുരുവായൂരപ്പൻ. അതിന്റെ ആ ഒരു സന്ദർഭത്തില് ആ ആനയുടെ കൊമ്പ് പിഴുതെടുത്ത് ആ കൊമ്പിനകത്തുള്ള ആന മുത്തുകൾ കൊണ്ട് ഒരു മാല കോർത്ത് രാധാദേവിക്ക് കൊടുക്കൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ മുത്ത് കൂടെ വന്ന കൂട്ടുകാരനെ ഏൽപ്പിക്കുന്ന ഒരു ഉണ്ണികൃഷ്ണന്റെ ഭാവമുണ്ട്. ആ ഉണ്ണികൃഷ്ണന്റെ ഭാവം എപ്പോഴും എൻ്റെ മനസ്സിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഭഗവാനാണ്. കാരണം ഏറ്റവും
എന്താ പ്രാധാന്യമേറിയ ഒരു സന്ദർഭമാണ് കംസവധം. ആ ഒരു അവതാരത്തിന്റെ ലക്ഷ്യത്തിലെ ഏറ്റവും പ്രധാന ലക്ഷ്യമായിരുന്നു കംസവധം. അത്രയും സീരിയസ്നെസ് ഉള്ള ഒരു ഭാവത്തിൽ പോലും തന്റെ സഖിയായ രാധാദേവിയെ മറക്കാത്ത ഉണ്ണികൃഷ്ണനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അത്രയും വലിയ ഭാവമാണ് എൻ്റെ ഉള്ളില്. ചെറിയ ഉണ്ണികൃഷ്ണനെ അല്ല പറയുമ്പോ, പക്ഷെ എനിക്ക് എപ്പോഴും ഉണ്ണികൃഷ്ണനാണ് വരാറുള്ളത് എന്ന് മാത്രം. ഇനി ചോദിക്കാനുള്ള എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല്, ഇപ്പോ ഭഗവാനോട് ഇഷ്ടമുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇപ്പൊ ആളുകളില് ഭഗവാനോടുള്ള ആരാധനയും ഇപ്പോഴത്തെ ഭാഷയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ എന്റെ പ്രായത്തിലേക്കുള്ള ഒരുപാട് ആൾക്ക് ഫാൻ ബേസോ അങ്ങനെ പലതും ഉണ്ട്. അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു പരിധി കഴിയുമ്പോൾ ഭഗവാനെ ഉപാസിക്കണം, ഭഗവാനെ പ്രാർത്ഥിക്കണം എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട്. ജീവിതം ഓരോ ഫേസ് കടന്നു പോകുമ്പോഴും ഭഗവാന്റെ ഒരു ബലം കൂടെ ഉണ്ടാവാൻ വേണ്ടിയിട്ട് എന്താണ് ചെയ്യേണ്ടത്, ഭഗവാനെ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്, ഉപാസിക്കേണ്ടത്, ജപിക്കേണ്ടത് എന്നൊക്കെയുള്ള ആഗ്രഹങ്ങളുണ്ട് ഓരോരുത്തർക്ക്. അപ്പോ അത് എങ്ങനെയാണ് ഇപ്പൊ വീട്ടിലിരുന്ന് അല്ലെങ്കിൽ ജോലി ചെയ്യുമ്പോഴോ അങ്ങനെ ഉള്ളവർക്ക് വേണ്ടിയിട്ട് എന്താണ് നമുക്ക് ഗുരുവായൂരപ്പന്റെ ഒരു സാന്നിധ്യം അവർക്ക് ഉണ്ടാവുന്നതിന് വേണ്ടിയിട്ട് എന്താണ് പറയാനുള്ളത്? നോക്കൂ, ഈ ഭക്തിയിലെ എല്ലാവർക്കും ഉള്ള സംശയങ്ങളാണിത്. അതായത് എങ്ങനെയാ ഉപാസിക്കുക, എന്ത് ചെയ്താലാ തെറ്റാവുക, എന്ത് ചെയ്താലാ ശരിയാവുക, അങ്ങനെ ചെയ്താൽ പാപമാവോ, അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറെ സംശയങ്ങളുണ്ട്. നമ്മുടെ ഭഗവാനെ സംബന്ധിച്ചിടത്തോളം, നമ്മുടെ ഉണ്ണികൃഷ്ണനെ സംബന്ധിച്ചിടത്തോളം ഭക്തി എന്ന് പറയുന്നത് ഭഗവാനോടുള്ള സ്നേഹമാണ്. ഭഗവാനെ നമുക്ക് ഏത് ഫോമിൽ വേണമെങ്കിലും ആശ്രയിക്കാം. നമുക്ക് നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് കണക്കാക്കാം. അതല്ലെങ്കിൽ നമുക്ക് നമ്മളുടെ മകനായിട്ടോ ഏട്ടനായിട്ടോ അനിയനായിട്ടോ അച്ഛനായിട്ടോ കാമുകനായിട്ടോ ഭർത്താവായിട്ടോ ഗുരുവായിട്ടോ ഏത് രീതിയിലാണോ ഒരു ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ഭഗവാനെ സങ്കല്പിക്കുന്നത്, ആ രീതിയിലാണ് ഭഗവാൻ അവരെ അനുഗ്രഹിക്കുക എന്നാണ് പറയാനുള്ളത്. അങ്ങനെയാവുമ്പോ എന്താന്ന് വെച്ചാൽ നമുക്ക് കൂടുതൽ എളുപ്പമുണ്ട്. ഇപ്പൊ ഓഫീസിലിരുന്ന് ജപിക്കാൻ പാടുമോ, അതല്ലെങ്കിൽ യാത്രകളിൽ ജപിക്കാൻ പാടുമോ, ഇങ്ങനെയുള്ള പല സംശയങ്ങളും. സോഫയിൽ ഇരുന്ന് ജപിക്കാൻ പാടോ, നിലത്തിരുന്ന് ജപിക്കണോ, അതോ പലകയിലിരിക്കണോ, ഇങ്ങനെ കുറെ സംശയങ്ങൾ എപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് കേട്ടോ. ഗുരുവായൂരപ്പന് അങ്ങനെ നിയമങ്ങളൊന്നുമില്ല. നമ്മള് ഭഗവാനെ സ്നേഹിച്ചുകൊണ്ട് നമ്മളുടെ ജീവിതത്തില് ഒഴിച്ചുകൂടാനാവാത്ത ഒരു ബന്ധുവായിട്ട് കണക്കാക്കുക മാത്രമേ വേണ്ടൂ. അങ്ങനെ ആവുമ്പോൾ നമുക്ക് സ്മരിക്കാനും എളുപ്പമുണ്ട്. പിന്നെ വളരെ കഠിനമായ വ്രതങ്ങളോ അല്ലെങ്കിൽ വളരെ കഠിനമായ രീതിയിലുള്ള ജപങ്ങളോ മന്ത്രങ്ങളോ ഒന്നും ആവശ്യമില്ല. വെറുതെ ഇരുന്ന് ഗുരുവായൂരപ്പനോടൊന്ന് സംസാരിച്ചാൽ പോലും നമുക്ക് ആ സാന്നിധ്യം, ആ കൃഷ്ണ സാന്നിധ്യം നമ്മുടെ ജീവിതത്തിൽ ഉടനീളം നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ ഒന്നിരുന്ന് വർത്താനം പറഞ്ഞു നോക്കിയാൽ മതി. ഉണ്ണികൃഷ്ണനോട് ഓരോ ദിവസവും നടക്കുന്ന കാര്യങ്ങൾ സംസാരിച്ചാലോ, അതല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പ്രതിസന്ധി വരികയാണെങ്കിൽ അപ്പോ ഉണ്ണികൃഷ്ണ എനിക്കൊന്ന് ഒരു സപ്പോർട്ട് വേണം എന്നൊന്ന് പറഞ്ഞു നോക്കുകയേ വേണ്ടൂ. ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ ഉണ്ടായിരിക്കും. ഇനി വേറൊരു കാര്യമുള്ളത്, ഞാൻ വളരെ മോശക്കാരനായിരുന്നു, അല്ലെങ്കിൽ ഞാൻ വളരെ മോശക്കാരിയായിരുന്നു, വളരെ മോശം സാഹചര്യത്തിൽ ജീവിക്കുന്ന ഒരാളായിരുന്നു. എനിക്ക് നന്നാവണം എന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ഇനി അതെല്ലാം മാറി കുറച്ച് ഭക്തിപരമായ ചിന്തകൾ വേണമെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗക്കാരെങ്കിലും ഉണ്ടായിരിക്കും. അങ്ങനെയുള്ള ആൾക്കാരോട് നിങ്ങളുടെ പാസ്റ്റിനെ കുറിച്ച് ഗുരുവായൂരപ്പൻ ബോധറിയേ ഇല്ല കേട്ടോ. നിങ്ങൾ പാസ്റ്റിൽ എന്ത് ചെയ്താലും ഇന്ന് മുതൽ നിങ്ങൾ കൃഷ്ണ ഉപാസകരാണെങ്കിൽ ഇന്ന് മുതൽ ഭഗവാൻ നിങ്ങളെ സംരക്ഷിച്ചു തുടങ്ങും എന്നുള്ളതാണ് ഭഗവാന്റെ ഏറ്റവും വലിയ പ്രത്യേകത. മുൻപത്തെ ആ ഒരു പാപങ്ങളൊക്കെ അല്ലെങ്കിൽ കർമ്മ എന്ന് പറയുന്നുണ്ടോ, അതൊക്കെ അനുഭവിക്കേണ്ടത് ചോദിച്ചാൽ തീർച്ചയായിട്ടും വേണ്ടി വരും. പക്ഷെ ഗുരുവായൂരപ്പന്റെ ഒരു സപ്പോർട്ടോട് കൂടിയിട്ടാവുമ്പോൾ നമുക്ക് ജീവിതം വളരെ ഈസി ആയിട്ട് ഫീൽ ചെയ്യും. അതിനായിട്ട് നമുക്ക് ഒരുപാട് വലിയ മന്ത്രങ്ങളൊന്നും വേണ്ട, ഗുരുവായൂരപ്പനെ സ്നേഹിക്കുക മാത്രം മതി. ഒരുപാട് അത് ചെയ്താൽ തെറ്റാവോ, ഇത് ചെയ്താൽ തെറ്റാവോ, അങ്ങനത്തെ ഒരു തെറ്റും ഇല്ല ഗുരുവായൂരപ്പന്റെ മുമ്പിൽ. സ്നേഹം അത്രേ വേണ്ടൂ എന്നാണ് എന്റെ അനുഭവങ്ങളിൽ നിന്ന് ഞാൻ മനസ്സിലാക്കണത് കേട്ടോ. ഇപ്പോ ഇത് പറഞ്ഞപ്പോ പെട്ടെന്നൊരു കാര്യം മനസ്സിൽ ചോദിക്കണം എന്ന് തോന്നിയതാണ്. ഇന്നത്തെ കാലത്ത് ഇതേപോലെ അല്പവിശ്വാസവും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ഞാനൊരു കാര്യത്തിന് ഇറങ്ങുന്നു, പെട്ടെന്ന് ഒരു വസ്തു കണ്ടു, പേടിയായി, അപ്പൊ ആ പേടിയായിരിക്കും പിന്നീട് അവരുടെ അന്നത്തെ ദിവസം നയിക്കുക. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയുള്ളവരോട് എന്താണ് പറയാനുള്ളത്? ശകുനങ്ങളിൽ ഇത് ഭഗവാൻ ഭഗവത്ഗീതയിൽ തന്നെ പറയുന്നതാണ്. ശകുനങ്ങളോ നിമിത്തങ്ങളോ ഒന്നും അല്ല നോക്കേണ്ടത്. നിങ്ങൾ ചെയ്യാൻ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ണികൃഷ്ണനെ കൂടെ കൂട്ടി ചെയ്യാന്നുള്ളതാണ്. ഇത് എന്നെ എപ്പോഴും ഉപദേശിക്കുന്നത് എന്റെ ഹസ്ബൻഡാണ് കേട്ടോ. അദ്ദേഹം പറയാറുണ്ട്, എവിടേക്കെങ്കിലും ഇറങ്ങുമ്പോ കറുത്ത പൂച്ച കുറുകെ ചാടി എന്നൊക്കെ കരുതുകയാണെങ്കിൽ
പൂച്ചയ്ക്ക് എങ്ങോട്ടോ അർജന്റ് ആയിട്ട് പോകാനുണ്ട്, അത് പോയിക്കോട്ടെ, നമ്മളുടെ വഴിക്ക് നമ്മളുടെ രീതിയിൽ പോവുക, ഒക്കെ ഗുരുവായൂരപ്പനെ സമർപ്പിച്ചുകൊണ്ട് ചെയ്യുക. അത്രയും ചെയ്താൽ നമ്മള് ബാക്കി ഒരു പ്രശ്നത്തിലും നമ്മളെ ഭഗവാൻ കൊണ്ടുവന്ന് ചാടിക്കില്ല. നമ്മൾ എല്ലാ ദിവസവും നമ്മൾ ചെയ്യുന്ന വാക്കുകൾ, പ്രവൃത്തികൾ എല്ലാം ഗുരുവായൂരപ്പനിൽ സമർപ്പിച്ചുകൊണ്ടാണെങ്കിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റില്ല എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത് കേട്ടോ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് തൽക്കാലത്തേക്ക് ഇപ്പൊ നമുക്ക് ചോദിക്കാനുള്ളത്. ഒരുപാട് സന്തോഷമുണ്ട് ഭഗവാന്റെ കാര്യങ്ങൾ ഓരോന്ന് പുതിയ കാര്യങ്ങളൊക്കെ അറിയാനും സാധിച്ചു. നമുക്ക് പ്രേക്ഷകർക്കൊക്കെ ഒരുപാട് കാര്യങ്ങൾ അറിയാനുള്ള അവസരം ഉണ്ടായി. അപ്പോ ഭഗവാന്റെ ആ വലങ്കൈ ആയിട്ട് ഭഗവാൻ ഒരു തൊട്ടടുത്ത് തന്നെ എപ്പോഴും നിർത്താനുള്ള യോഗവും യോഗ്യതയും ഭഗവാന്റെ ഗൈഡൻസ് എപ്പോഴും ഉണ്ടായിട്ട് ഞങ്ങളെപ്പോലെയുള്ളവർക്ക് എല്ലാവർക്കും ഭഗവാന്റെ കാര്യങ്ങൾ എത്തിയതിനെ പറഞ്ഞു തരാനുള്ള ഒരു ഗുരുസ്ഥാനം ഭഗവാൻ ഓൾറെഡി തന്നിട്ടുണ്ട്. അത് എന്നും അതിന്റെ ശോഭയോട് കൂടിയിട്ട് നിലനിൽക്കാനുള്ള ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ. ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ഉണ്ടാവും. നമസ്തേ. സന്തോഷം.